എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേഗം ഒരു അനുഭവം പറയാം. പുലർച്ചെ തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമി ചേച്ചി പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വേഗം തന്നെ പറയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ, രാധേ രാധേശ്യാം. നമസ്കാരം ശ്രീകാന്ത് സാർ, ഞാൻ സുമിയാണ്. എനിക്കൊരു അനുഭവം പങ്കുവയ്ക്കാനുണ്ട്. എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ത്രിമധുരം ചാനലിൽ വരുന്ന അനുഭവം കേട്ടിട്ടാണ് ഉറങ്ങാറുള്ളത് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രീതിയുടെ അനുഭവമാണ് കേട്ടത്. പുതുവത്സര ദിനത്തിൽ പ്രീതിയുടെ ഫോണ് വർക്ക് ചെയ്യാതിരുന്നതും അതുകൊണ്ട് പ്രീതിക്കുണ്ടായ വിഷമമൊക്കെ പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ണനെല്ലാം നേരെയാക്കി തന്നു എന്ന് പറഞ്ഞല്ലോ. ഇത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലോർത്തു, അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല പ്രീതി, നെറ്റ് ഡാറ്റ ഉള്ള സിം ഓൺ ആക്കാത്തത് കൊണ്ട് തന്നെ സംഭവിച്ചതായിരിക്കും. അങ്ങനെ സംഭവിച്ചതല്ലാതെ കണ്ണനൊന്നും ചെയ്തൊന്നും ആയിരിക്കില്ല. അങ്ങനെ മനസ്സിലോർത്ത് ഫോൺ എടുത്ത് വെച്ച് ഞാൻ ഉറങ്ങിട്ടോ. ഇന്ന് രാവിലെ ഫോണിൽ അലാറം ഒന്നും അടിക്കുന്നില്ല. എന്നാലും ഞാൻ കണ്ണു തുറന്നു. ഇതെന്താ സമയമായില്ലേ, അലാറം ഒന്നും അടിക്കുന്നില്ലല്ലോ എന്ന് കരുതി. 2 ഫോണുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഒന്ന് ഒഫീഷ്യൽ ഫോണും മറ്റൊന്ന് പേഴ്സണലും. ഓഫീസ് ഫോണിലാണ് ഞാൻ അലാറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ സമയം നോക്കാമെന്ന് കരുതി ഫോൺ എടുത്തപ്പോൾ അത് ഓഫാണ്. മറ്റേ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സമയം 4:10. ഭഗവാനെ, എഴുന്നേൽക്കാൻ വൈകിയല്ലോ എന്നോർത്ത് വേഗം എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ തെളിയിച്ചിട്ടോ. പിന്നെ ഞാൻ വേഗം ഫോണ് ഓൺ ചെയ്യാൻ നോക്കി. ഫോൺ ഓൺ ആവുന്നില്ല. രാത്രി ഫുള്ള് ചാർജ് ചെയ്താണ്, പക്ഷെ എത്ര ശ്രമിച്ചിട്ട് ഓൺ ആവുന്നില്ല. മനസ്സിലാകെ വിഷമമായി. ഒഫീഷ്യൽ ഫോൺ ആയതുകൊണ്ട് ആകെ ടെൻഷനുമായി. രാവിലത്തെ നാമജപം ഒന്നും മനസ്സിരുത്തി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ആകെ ഒരു വെപ്രാളം. അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നത്, ഇന്നലെ പ്രീതിയുടെ അനുഭവം സാറ് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞത്, അത് പൊന്നുണ്ണി കേട്ടോ, എന്നാൽ അതുപോലെ തന്നെ ഒരു അനുഭവം എനിക്കും തരാമെന്ന് മനസ്സിൽ കരുതി കാണും അല്ലേ. അതുകൊണ്ടല്ലേ എൻ്റെ ഫോൺ ഓണാവാത്തത്. ഞാൻ കണ്ണനോട് പറഞ്ഞു, ഉണ്ണി അമ്മയോട് ക്ഷമിക്കണേ, എൻ്റെ ഫോൺ ഓണാക്കി തരണേ, ഞാനിത് ത്രിമധുരത്തിൽ സമർപ്പിച്ചോളാന്ന് പറഞ്ഞു. രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഹസ്ബൻഡും മോളും ഒക്കെ മാറി മാറി ഓണാക്കാൻ നോക്കിട്ടോ, നടന്നില്ല, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഓഫീസിലെത്തി IT ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഫോൺ ഓണാവുന്നില്ല, ഒന്ന് നോക്കണമെന്ന്. ആ കുട്ടി ഫോൺ വാങ്ങി നോക്കി. ഫോണിന് ഒരു കുഴപ്പമില്ലല്ലോ ചേച്ചി, ഇതാ ഫോൺ ഓണായല്ലോ എന്ന് പറഞ്ഞ് തിരികെ തന്നു. എൻ്റെ പൊന്നുണ്ണിയെ ഞാൻ മനസ്സാലെ നമിച്ചു. നമ്മൾ എന്ത് വിചാരിച്ചാലും മനസ്സിൽ വിചാരിച്ചാലും ചെയ്താലും എല്ലാം കണ്ണനുണ്ണി അറിയും. അതിനപ്പോൾ തന്നെ മറുപടിയും കാണിച്ചു തരും. എന്നാലും പൊന്നുണ്ണി, നീ എന്നെ അറിയുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. മനസ്സിൽ പോലും ഒരു കരട് തോന്നിയാൽ അത് മാറ്റി തന്നിരിക്കും നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ. എന്താ കഥ? സുമി ചേച്ചിയുടെ അനുഭവം പ്രീതി ചേച്ചിയുടെ അനുഭവമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അത് ഒന്നുകൂടെ മനോഹരമായി. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരുന്നു. ഈ ദിവസം നിങ്ങളിലേക്ക് ഇത് പങ്കുവയ്ക്കാൻ സാധിച്ചത് ഈ പുലർകാലത്തിൽ അത്രയും സന്തോഷമാവട്ടെ. ഇവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. നിങ്ങൾക്കും വരാം, ജോയിൻ ബട്ടണിലൂടെ വരിക. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. നല്ല ദിവസമായി മാറട്ടെ. എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ.